എല്ലാവർക്കും സയോ പ്ലാന്റയുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ അഭിരാമി, സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ 1ാം വർഷ ബോട്ടണി ആൻഡ് ബയോടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ വിദ്യാർത്ഥിനിയാണ്. ഇന്നത്തെ വീഡിയോയിൽ നാം ബാല്യകാലത്ത് കൗതുകം നിറച്ച ഒരു അത്ഭുത ചെടിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. തൊട്ടാവാടി, അതായത് മൈമോസ പുതിക്ക. ഇല തൊട്ടാൽ തന്നെ ചുരുങ്ങുന്ന ഈ ചെടിയുടെ രഹസ്യവും ഔഷധ ഗുണങ്ങളും പാർശ്വഫലങ്ങളും വളർത്തൽ മാർഗങ്ങളും എല്ലാം അറിയാം. തൊട്ടാവാടിയുടെ ശാസ്ത്രീയ നാമം മൈമോസ പുതിക്ക എന്നാണ്. ഇവ ഫെബീസിയ കുടുംബത്തിൽപ്പെട്ടതാണ്. മലയാളത്തിൽ ഇവയെ തൊട്ടാവാടി, തൊട്ടാൽ ചുരുങ്ങുന്ന ചെടി, കുമ്പിടിപ്പുല്ല് എന്നെല്ലാം അറിയപ്പെടുന്നു. ഇംഗ്ലീഷിൽ ഇവയെ ടച്ച് മീ നോട്ട് പ്ലാന്റ്, സെൻസിറ്റീവ് പ്ലാന്റ്, ഷെയിം പ്ലാന്റ് എന്നും അറിയപ്പെടുന്നു. തൊട്ടാവാടിയുടെ ഔഷധ ഗുണങ്ങളായി ആയുർവേദവും ജനവിദ്യയും പറയുന്ന ചില ഉപയോഗങ്ങൾ താഴെ പറയുന്നവയാണ്. മുറിവുകൾ വേഗം ഭേദമാകാൻ ഇലച്ചാറ്, വീക്കം വേദന കുറയ്ക്കാൻ ഇലപ്പുഴുങ്ങൽ, കരൾ സംബന്ധമായ ചില രോഗങ്ങൾക്കും അതുകൂടാതെ സ്ത്രീ രോഗങ്ങൾ, പ്രത്യേകിച്ച് പ്രസവാനന്തര രോഗങ്ങൾക്കും ഇവ ഉപയോഗിക്കുന്നു. ശ്രദ്ധിക്കുക, ഇത് ജനവിദ്യ അല്ലെങ്കിൽ പാരമ്പര്യ അറിവ് മാത്രമാണ്. തൊട്ടാവാടി ചതച്ച് നീരെടുത്ത് എണ്ണയോടൊപ്പം കാച്ചി ശരീരഭാഗങ്ങളിൽ തേക്കുന്നത് അല്പം കുടിക്കുകയും ചെയ്താൽ തൊലിപ്പുറത്തെ അലർജി മാറുന്നതാണ്. കരിക്കൻ വെള്ളത്തോടൊപ്പം തൊട്ടാവാടി നീര് ചേർത്ത് കുട്ടികൾക്ക് നൽകുന്നത് ശ്വാസം മുട്ടൽ മാറാൻ സഹായകമാണ്. തൊട്ടാവാടി സമൂലം ഇടിച്ചു പിഴിഞ്ഞ് നീര് കുടിക്കുന്നത് പ്രമേഹത്തെ ഒരു പരിധിവരെ കുറയ്ക്കാൻ ഉപകരിക്കും. വിഷജന്തുക്കൾ കടിച്ചാൽ തൊട്ടാവാടി അരച്ച് കടിയേറ്റ ഭാഗത്ത് പുരട്ടുന്നത് ആശ്വാസം നൽകും. തൊട്ടാവാടി സമൂലം ഇടിച്ചു പിഴിഞ്ഞ നീര് തേനും ചേർത്ത് കഴിച്ചാൽ ആർത്തവ സമയത്തെ അമിതമായ രക്തസ്രാവം കുറയ്ക്കാൻ കഴിയും. ഔഷധ ഗുണങ്ങളോടൊപ്പം തൊട്ടാവാടിക്ക് ചില പാർശ്വഫലങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമിതമായി കഴിച്ചാൽ ഛർദിൽ, വയറുവേദന, അതിസാരം ഉണ്ടാകാം. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും സുരക്ഷിതമല്ല എന്ന് കരുതുന്നു. രക്തസമ്മർദ്ദം കുറയ്ക്കാനുള്ള സ്വഭാവം ഉണ്ടായേക്കാം. മരുന്ന് കഴിക്കുന്നവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം. അലർജി പ്രയാസമുള്ളവർക്ക് തൊലിച്ചൊറിച്ചിൽ, ചുവപ്പ് ഉണ്ടാകാം. അതിനാൽ വൈദ്യോപദേശമില്ലാതെ നേരിട്ട് ഉപയോഗിക്കരുത്. ഈ ചെടിയുടെ ഏറ്റവും കൗതുകകരമായ പ്രത്യേകത തൊട്ടാൽ തന്നെ ഇലകൾ ചുരുങ്ങുക എന്നതാണ്. ഇതിനെ തിക്മോനാസ്തി അല്ലെങ്കിൽ സീസ്മോനാസ്തി എന്നറിയപ്പെടുന്ന പ്രതികരണ രീതിയാണ്. ഒരു സ്പർശനമുണ്ടായാൽ ചെടികളുടെ കോശങ്ങളിലൂടെ ചെറുതായ വൈദ്യുത സംവേഗങ്ങൾ യാത്ര ചെയ്യുന്നു. അതിനാൽ തന്നെ വെള്ളക്കൂട്ടിലെ ചില കോശങ്ങൾ വെള്ളം നഷ്ടപ്പെടുകയും ഇല ചുരുങ്ങുകയും ചെയ്യുന്നു. എന്നാൽ ചില സെക്കൻഡുകൾക്ക് ശേഷം അത് പഴയ സ്ഥിതിയിലേക്ക് മടങ്ങുകയും ചെയ്യും. തൊട്ടാവാടി ചെടി വളർത്തൽ മാർഗങ്ങളെക്കുറിച്ച് ഇനി സംസാരിക്കാം. നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വയ്ക്കാൻ ശ്രമിക്കുക. ചെറിയ പാത്രങ്ങളിൽ ഇവ വളരുന്നതാണ്. വെള്ളം കൂടുതലായി കൊടുക്കാതിരിക്കുക. ഈ ചെടിയുടെ ചലനം സസ്യങ്ങളുടെ വൈദ്യുത സിഗ്നലുകളാലാണ്. അതുകൊണ്ട് തന്നെ ഇത് സ്കൂൾ സയൻസ് പ്രദർശനങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. അത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. പുതിയ വിഷയവും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.